പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ മാത്രമല്ല ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ, അതായത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വ്യക്തതയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. പലപ്പോഴും ആ ലക്ഷ്യസ്ഥാനം നമുക്ക് നേടിയെടുക്കാനും സാധിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുമായി നമ്മൾ നിത്യം കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടുന്നത്, എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല, ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ആൾക്കാരാണ് ഇത്തരത്തിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി PG കോഴ്സുകൾ എടുത്തിട്ട് പാതി വഴിയിൽ വീണ്ടും അത് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തതയോട് കൂടിയിട്ട് നല്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നല്ലൊരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. NAC അക്രിഡിറ്റേറ്റ് ആയിട്ടുള്ള UGCയുടെ അംഗീകാരമുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 യൂണിവേഴ്സിറ്റികളെ കാണാൻ സാധിക്കും. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഗ്നോയുടെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെ SGOയെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും 2 ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ? ഇതിൽ ഇഗ്നോ എന്ന് പറയുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ SGO എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളുടെ കേരളത്തിൻ്റെ പുതിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നതാണ്. ഇതിൽ 2 ഓപ്പൺ യൂണിവേഴ്സിറ്റി UGCയുടെയും NACൻ്റെയും ഒക്കെ അംഗീകാരമുള്ളതാണ്. ഇവിടെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോ NACൻ്റെ ആണെന്നുണ്ടെങ്കിലും UGCയുടെ ഒക്കെ അംഗീകാരമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ 47-ലധികം UG കോഴ്സുകളും 90-ലധികം PG കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടത്, നമ്മൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതായത് കേരളത്തിലെ പഴയ കാലത്തുണ്ടായിരുന്ന ഡിസ്റ്റൻസുകളെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് SGO വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരുപാട് ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. 4 ഇയർ ഡിഗ്രി കോഴ്സുകളുണ്ട്, അതായത് ഹോണേഴ്സ് ഡിഗ്രി കോഴ്സുകളുണ്ട്, അപ്പോൾ തന്നെ നോർമൽ ഡിഗ്രി കോഴ്സുകളുണ്ട്, PG കോഴ്സുകൾ, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത് കൂടാതെ ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം ഈ 4 ഇയർ ഡിഗ്രിയുടെ ഒക്കെ ഒരു സ്കോപ്പ് നമുക്ക് മനസ്സിലാവുകയും അതിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ സെലക്ട് ചെയ്ത് വരുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഒരു പ്രൊവിഷനും കൂടി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതാണ് നമ്മളെ കൂടുതലായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയോട് കൂടിയിട്ട് നമ്മൾ 2 യൂണിവേഴ്സിറ്റികൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് ഡിസ്റ്റൻസിൽ മാത്രമാണ്. ഇത് കൂടാതെ നമുക്ക് ഓൺലൈനായിട്ടും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡിഗ്രി അല്ലെങ്കിൽ PG കോഴ്സുകൾ പഠിക്കുക. അപ്പോൾ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായ വ്യക്തതയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, അവിടെ അഡ്മിഷൻ എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് എന്താവില്ല, അത് കംപ്ലീറ്റ് ആവണം എന്നില്ല. ഒരുപാട് പേരാണ് നമ്മളോട് പറയാറുള്ളത്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന യൂണിവേഴ്സിറ്റി ഞാൻ അഡ്മിഷൻ എടുത്തു, പിന്നീട് എനിക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസോ ക്ലാസ്സുകളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ്, എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമുക്കൊരു ഒബ്സ്റ്റിക്കിൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടി നമുക്ക് പറഞ്ഞു തരണം അല്ലേ. അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് എജുതാലിം വന്നിട്ടുള്ളത്. അപ്പോൾ എജുതാലിമിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി ആണെങ്കിലും PG കോഴ്സുകളാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈനുമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇഗ്നോയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. ഇനി
എജു താലിമിനെ കുറിച്ച് പറയുകയാണ്. എജു താലിമിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും, അതിപ്പോൾ നോട്ടിഫിക്കേഷനിൽ നിന്നാണെങ്കിലും പേഴ്സണൽ മെൻറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു കോഴ്സിൽ എൻറോൾ ചെയ്തിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ സെറിമണി വരെയുള്ള എല്ലാ കാര്യങ്ങളും എജു താലിം ചെയ്യുന്നുണ്ട്. അതും പുതിയ സാങ്കേതികവിദ്യകളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. അതാണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിലൂടെ നമ്മൾ ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും യൂറോപ്യൻ കൾച്ചറിനെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നവരാണ്. ഒരുപാട് ആൾക്കാരാണ് ഇന്ന് യൂറോപ്പിലോട്ടും മറ്റു പോകുന്നതും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ റെലവൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് വേണം. ഒപ്പം ഒരു ഡിഗ്രി PG കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തൊക്കെ ഒരു നല്ല ജോലിയും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ഇന്ന് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള നല്ല ഒരു കോഴ്സ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ യൂറോപ്പിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 4 ഇയർ കോഴ്സിന് കൂടുതൽ അവിടെ സ്കോപ്പുകളുണ്ട്. അവിടെ പിന്നീട് നമുക്കൊരു ഡിപ്ലോമ കോഴ്സുകളും കാര്യങ്ങളും പഠിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകൾ നല്ല യൂണിവേഴ്സിറ്റി എല്ലായിടത്തും വാല്യൂ ഉള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിനെ താഴെ പറയാനും അല്ലെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഓൾ.